നമുക്കിന്ന് ഈ വോൾപുട്ടി വെച്ചിട്ടുള്ള ഹോം മെയ്ഡ് ക്ലേ വെച്ചിട്ട് ഈ കാണുന്ന പഴയൊരു മിററിനെ ഒന്ന് സെറ്റാക്കി എടുത്താലോ. ഇവിടെ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതിൻ്റെ അപ്പൂപ്പൻ്റെയൊക്കെ കാലത്ത് അവർ യൂസ് ചെയ്തുകൊണ്ടിരുന്ന മിററാണെന്ന്. അപ്പോൾ ഞാൻ കരുതി ഇതിന് എന്തായാലും കുറച്ച് ഡാമേജ് ഒക്കെ വന്നിട്ടുണ്ട്, അപ്പോൾ ഇന്നത്തെ കലാപരിപാടി ഇതിലേക്കാക്കാണെന്ന്. ഇതിൻ്റെ അപ്പൂപ്പൻ്റെ കാലത്ത് ഉപയോഗിച്ചിരുന്ന മിററാണെങ്കിലും അതിന് പറയത്തക്ക ഡാമേജ് ഒന്നുമില്ല. ഇതിൻ്റെ ഫ്രെയിമിൻ്റെ ഒരു ഭാഗം കുറച്ച് പൊട്ടിപ്പോയിട്ടുണ്ട്, അതേപോലെ ഇതിൻ്റെ ഹാങ്ങിങ് കൂടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കരുതി ഇതിനെ ഒന്ന് തട്ടിക്കൂട്ടി എടുത്ത് ഇതിൻ്റെ ഫ്രെയിമൊക്കെ ഒന്ന് മോടി പിടിപ്പിച്ച് ഒരു ഹാങ്ങിങ് കൂടി എടുത്ത ഒരു പുതിയ മിററായില്ലേ. ഇതിൻ്റെ മിററിന് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല, എന്തെങ്കിലും സ്ക്രാച്ചോ പൊടിയൊന്നും ആവാതിരിക്കാൻ ഞാൻ ജസ്റ്റ് ഒന്ന് പേപ്പർ കൊണ്ട് ന്യൂസ് പേപ്പർ കൊണ്ടൊന്ന് മൂടി കൊടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് ഞാൻ കൊടുക്കുന്നത്. ഓൾറെഡി ഈ ഡിസൈൻ ഞാൻ വേറൊരു നെയിം ബോർഡിന് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ഒന്ന് അതുകൂടി കണ്ടു നോക്കണേ, അപ്പം നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാകും ഞാൻ എങ്ങനെയാണ് ചെയ്തേക്കുന്നതെന്ന്. ഓൾറെഡി ചെയ്ത ഡിസൈൻ വീണ്ടും ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ എളുപ്പം തീർക്കണമെങ്കിൽ ഇതൊക്കെയല്ലേ നമുക്ക് മാർഗ്ഗമുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഹോം ക്ലേ വെച്ചിട്ട് പെട്ടെന്ന് ചെയ്യാവുന്ന മാർഗ്ഗത്തിൽ ഇത് തന്നെ ചെയ്തത്. റെപ്പറ്റീഷൻ എന്നാരും കരുതണ്ട, കാരണം നമുക്ക് കുറേ പരിമിതികളുണ്ട്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുത്തത്. നമ്മുടെ ഈ ക്ലേ ആണെങ്കിൽ ഫ്രെയിമിലേക്ക് ഒട്ടിക്കുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ കുറച്ച് ഫെവിക്കോളൂടെ തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്നേരം നന്നായിട്ട് സ്റ്റിക്ക് ചെയ്തിട്ട് അവിടെ ഇരിക്കും, ഇളകി പോകത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്, അതുകൂടി ഒന്ന് ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞ ഈ മിറർ എടുത്തുകൊണ്ട് വന്നപ്പോൾ എൻ്റെ മനസ്സിൽ പണ്ടത്തെ രാജാക്കന്മാരൊക്കെ കൊട്ടാരത്തിലേക്ക് മുഖം നോക്കാനൊക്കെ ഉപയോഗിക്കുന്ന മിററില്ലേ, അതേപോലെ ചെയ്തെടുക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റേതായി ഈ ഡിസൈൻ പരീക്ഷിച്ചു എന്നേ ഉള്ളൂ. അവസാന ലുക്ക് കണ്ടിട്ട് നിങ്ങൾ പറയണേ ഇത് വിൻറ്റേജ് ലുക്ക് ആയോ എന്ന്, അതുകൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. മിററിൻ്റെ ഫസ്റ്റ് ലുക്കും അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫിനിഷിംഗ് ലുക്കും ഞാൻ സെപ്പറേറ്റ് ഒരു ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് മിററിൻ്റെ ഫസ്റ്റ് ലുക്ക് എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാവും. ഞാനിത് ഷോർട്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഫസ്റ്റ് ലുക്ക് എടുത്തത്. ഇതിനകത്ത് നമ്മുടെ ലോങ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എങ്ങനെയാണെന്ന് ഫസ്റ്റ് ലുക്ക് എടുത്തിട്ടില്ലായിരുന്നു, അതുകൊണ്ട് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഷോർട്സ് ഒന്ന് കണ്ടു നോക്കിയാൽ ഫസ്റ്റ് ലുക്കും ലാസ്റ്റ് ഫൈനൽ ലുക്കും എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് നല്ലൊരു പോലെ മനസ്സിലാവും കേട്ടോ. ഞാനിത് വർക്ക് ചെയ്യാൻ വേണ്ടി എടുത്തുകൊണ്ട് വന്നപ്പോൾ അമ്മ പറയുന്നുണ്ടായിരുന്നു ഇതിൻ്റെ ഫ്രെയിമൊക്കെ അന്ന് സെറ്റ് ചെയ്തത് അപ്പൂപ്പനൊക്കെ ആയിരുന്നു എന്ന്. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആശയുണ്ടായിരുന്നു, ഞാൻ 2 ജനറേഷൻ കൂടി കഴിഞ്ഞ് ഞാൻ അന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ വടിയും കുത്തി ഏതെങ്കിലും മൂലയിൽ ഇരിപ്പുണ്ടെങ്കിൽ അന്നത്തെ ആ ജനറേഷൻ പറയുമല്ലോ അന്ന് ഈ അമ്മൂമ്മ ഉണ്ടാക്കിയ ഫ്രെയിമാണ് ഇത്, അന്നും ഈ ഫ്രെയിം ഉണ്ടെങ്കിൽ അങ്ങനെ പറയുമല്ലോ. ഫ്രെയിമിൽ എൻ്റെ കലാവിരുതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ നെക്സ്റ്റ് ഒന്ന് ചെയ്യുന്ന നൂൽക്കമ്പി എടുത്തിട്ട് അതിനകത്ത് ബ്ലാക്ക് ത്രെഡ് ഫുള്ള് ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഈ ഫ്രെയിമിനകത്താണെങ്കിൽ നമുക്ക് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഹോൾ ഉണ്ടായിരുന്നു. ഈ നൂല് അതിൽ ഫുള്ള് ചുറ്റിക്കെടുത്തതിന് ശേഷം ഞാനത് ആ ഹോളിലൂടെ കയറ്റിയിട്ട് ഒരു ഹാങ്ങിങ് പോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും. അങ്ങനെ നമ്മുടെ ഹാങ്ങിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ വോയിസ് കൂടാതെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോലെ ഒരു ചെറിയ സൗണ്ട് കേൾക്കുന്നില്ല. അതിൻ്റെ നിവിബിയാണ് ഞാൻ വോയിസ് ഓവർ കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ആ വെറുതെ കിടന്ന സൗണ്ട് ഉണ്ടാക്കുന്ന സൗണ്ടാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതൊന്ന് ക്ഷമിച്ചേരാം കേട്ടോ. ഹാങ്ങിങ്സും അതേപോലെ ക്ലേയുടെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ആ ക്ലേയുടെ ഫുള്ള് മുകളിലായിട്ട് ബ്ലാക്ക് കളർ പെയിൻറ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അതൊന്ന് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമ്മുടെ ഗോൾഡൻ പെയിൻറ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അതിൻ്റെ മുകളിൽ തേച്ച് കൊടുക്കുകയും ചെയ്തത്. കാരണം ഞാനൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു വിൻറ്റേജ് ലുക്കാണ് ആവശ്യം എന്ന്. ഒരു രാജകൊട്ടാരത്തിൽ കണ്ണാടി മുഖം നോക്കുമ്പോൾ രാജാവൊക്കെ നോക്കുന്ന സ്ഥലത്ത് പറയാമല്ലോ നമുക്ക് എൻ്റെ അപ്പൂപ്പൻ ഉപയോഗിച്ചിരുന്ന മിററാണ് ഇതെന്ന്. അങ്ങനെ അലൂലത്ത് പണിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ആ ഗോൾഡൻ പെയിൻറ് ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുത്തത്. അപ്പോൾ അതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്നൊന്ന് കണ്ടാലോ. എല്ലാവർക്കും ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ. അപ്പോൾ അടുത്ത വീഡിയോയിലായിട്ട് കാണാം. അതുവരേക്കും ബായ്.